നമസ്കാരം. 12ാം ക്ലാസ്സിലെ രസതന്ത്രം രണ്ടാമത്തെ യൂണിറ്റ് സൊല്യൂഷൻസ്, അതിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റൗൾ നിയമം സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് തുടർന്ന് വരുന്ന ചില കാര്യങ്ങളാണ് ലിക്വിഡ് സൊല്യൂഷൻസിനെ സംബന്ധിച്ച്, ബൈനറി ആയിട്ടുള്ള ലിക്വിഡ് സൊല്യൂഷൻസിനെ സംബന്ധിച്ച് ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ റൗൾ നിയമം എല്ലാ കോൺസെൻട്രേഷനിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. Solutions which obey Raoult's law over the entire range of composition can be called as ideal solutions. ഒരു ഐഡിയൽ സൊല്യൂഷനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ റൗൾ ലോ പഠിച്ചത് പ്രകാരം രണ്ട് കമ്പോണൻസ് 1, 2 ആണ് എങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആണ് എങ്കിൽ എക്സ്പെരിമെൻ്റലായി പരിശോധിക്കുമ്പോഴും P1 ഈക്വൽസ് P01 Chi1, P2 ഈക്വൽസ് P02 Chi2 എന്ന് തന്നെ വരണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സൊല്യൂഷൻസിനുള്ള മറ്റൊരു പ്രത്യേകത, രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്ത് സൊല്യൂഷനായി മാറുമ്പോഴുള്ള എൻതാൽപ്പി ഓഫ് മിക്സിംഗ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കത്തില്ല അത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല. അതുപോലെ വോളിയം ചേഞ്ചും 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് ഇങ്ങനെ ഐഡിയലായി ബിഹേവ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ലിക്വിഡ് കമ്പോണൻസ് എ ബി ആണെന്ന് കരുതിയാൽ എ മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിനകത്തുള്ള ഇൻട്രാക്ഷൻസ് എ എ എന്നും ബി മാത്രമായിട്ട് എടുക്കുമ്പോഴുള്ള ഇൻട്രാക്ഷനെ ബി ബി എന്നും സൂചിപ്പിച്ചാൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻട്രാക്ഷനുകൾക്ക് പുറമേ എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അവിടെ ഉണ്ടാകും. ഈ മൂന്ന് ഇൻട്രാക്ഷൻസും, ഇൻട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അട്രാക്ഷനോ റിപ്പൾഷനോ പോലെയുള്ളതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ആണ് നമുക്കിവിടെ ഇൻട്രാക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ അത് ഇൻഡിവിജ്വലായി സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലും എത്രയാണോ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉള്ളത് അത്രയും തന്നെ ആയിരിക്കും സെപ്പറേറ്റ് ആയി നമ്മൾ സോല്യൂട്ട് പാർട്ടിക്കിൾസ് എടുത്താലുള്ളത്. അത് തന്നെ ആയിരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും പാർട്ടിക്കിൾസ് തമ്മിലുള്ള. അങ്ങനെയുള്ള ഈ ഇൻട്രാക്ഷൻസ് മൂന്നും എ ബി ബി ആൻഡ് എ ബി ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഏകദേശം സിമിലർ ആയി വരുന്ന സൊല്യൂഷൻസ് ആണ് നിയർലി ഐഡിയൽ എന്ന നിലയിൽ ബിഹേവ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നോർമൽ ഹെക്സൈനും നോർമൽ ഹെപ്റ്റൈനും കൂടിയുള്ള ഒരു മിക്സർ. മറ്റൊരു എക്സാമ്പിളാണ് ക്ലോറോ ഈതൈനും ബ്രോമോ ഈതൈനും കൂടിയുള്ള മിക്സർ. മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ ബെൻസീനും ടൊളുവീനും കൂടിയുള്ള മിക്സർ. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ഐഡിയൽ ആയിരിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഓൾമോസ്റ്റ് ഐഡിയലായി ബിഹേവ് ചെയ്യുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. പെർഫെക്റ്റ്ലി ഐഡിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിന് സാധ്യത വളരെ കുറച്ച് മാത്രമാണുള്ളത്. അപ്പോൾ നിയർലി ഐഡിയൽ എന്ന നിലയിലാണ് നമുക്ക് സൊല്യൂഷൻസിനെ കാണാൻ കഴിയുന്നത്, ഐഡിയൽ സൊല്യൂഷൻസിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻസ് ഒബേ റൗൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോമ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ
റൗൾ ലോ ഓവർ ദ എൻ്റയർ റേഞ്ച് ഓഫ് കോമ്പോസിഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഐഡിയൽ സൊല്യൂഷന് ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോൺ ഐഡിയൽ സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് സൊല്യൂഷൻസ് ഉണ്ടാകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ഇവോൾവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടാകും, അതല്ലെങ്കിൽ വോളിയം കുറയുകയോ കൂടുകയോ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് തരത്തിലുള്ള ബിഹേവിയർ കാണിക്കാം. റൗൾ നിയമം അനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാകാം ചില നോൺ ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്ന വാല്യൂസ്, അതല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം. അപ്പോൾ റൗൾ നിയമം അനുസരിച്ച് കിട്ടേണ്ടുന്ന വാല്യൂസിനേക്കാൾ കൂടുതലാണ് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ തരുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ എങ്കിൽ നമ്മൾ അതിനെ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾ ലോ എന്ന് പറയും. അതല്ലെങ്കിൽ കുറവാണ് വരുന്നതെങ്കിൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾ ലോ എന്ന് പറയും. അത് രണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുന്നതിന് എങ്ങനെയാണ് അതിൻ്റെ വേപ്പർ പ്രഷർ കർവ് വരുന്നത്, കോമ്പോസിഷനെ ബേസ് ചെയ്ത് കോമ്പോസിഷനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ കോമ്പോസിഷൻ എഗൻസ്റ്റ് ആയി വേപ്പർ പ്രഷർ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ള ഗ്രാഫ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പോസിറ്റീവ് ഡീവിയേഷൻ പരിശോധിച്ചാൽ P1 ഉം P2 ഉം റൗൾ നിയമം അനുസരിച്ച് കിട്ടേണ്ടുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂസ് വരുന്നതായിട്ടാണ് ഗ്രാഫിലുള്ളത്. ടോട്ടൽ പ്രഷറും എന്താണ് റൗൾ നിയമം അനുസരിച്ച് വരേണ്ടതിനേക്കാൾ കൂടുതൽ ആയിട്ടാണ് വരുന്നത്. ടോട്ടൽ പ്രഷർ എല്ലായ്പ്പോഴും P1 + P2 ആയിരിക്കും. അപ്പോൾ P1 ഗ്രേറ്റർ ദാൻ P01 K1 ആയിരിക്കും, P2 ഗ്രേറ്റർ ദാൻ P02 K2 ആയിരിക്കും. P ടോട്ടൽ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു P1 + P2. അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ പരിശോധിച്ചാൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്, P1 എന്നുള്ളത് എല്ലായ്പ്പോഴും ആ ഗ്രീൻ ഡോട്ടഡ് ലൈൻ കൊണ്ട് വരച്ചിട്ടുള്ളതാണ് റൗൾ നിയമം അനുസരിച്ചുള്ള ഗ്രാഫ്. അതിൻ്റെ വാല്യൂവിനേക്കാൾ കുറവായിട്ടാണ് അവിടെ P1 ഉം P2 ഉം ടോട്ടൽ പ്രഷറിൻ്റെയും ഗ്രാഫുകൾ കാണാൻ കഴിയുന്നത്, നീല നിറത്തിലുള്ളത്. അതായത് നമുക്ക് പറയാൻ കഴിയും P1 ലെസ് ദാൻ P01 K1 ആയിരിക്കും, P2 ലെസ് ദാൻ P02 K2 ആയിരിക്കും, P ടോട്ടൽ ഈക്വൽസ് P1 + P2 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകൾ പരിശോധിച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ചില കമ്പോണൻസ് എല്ലാം മിക്സ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ കിട്ടുന്നത്, അതല്ലെങ്കിൽ മറ്റു ചിലവ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ കിട്ടുന്നതെന്ന് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പോണൻസ് എ ബി ആണ് എന്ന് നമ്മൾ കരുതിയാൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷനെ സംബന്ധിച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് കമ്പോണൻസ് ഇരിക്കുമ്പോഴുള്ള എ ടൈപ്പ് ഇൻട്രാക്ഷൻസ്, ബി ടൈപ്പ് ഇൻട്രാക്ഷൻസ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഇതൊക്കെ പരിശോധിച്ചാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എയും ബിയും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. എയും തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കുറവായിരിക്കും എ ബി അട്രാക്ഷൻ, ബിയും തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കുറവായിരിക്കും എ ബി അട്രാക്ഷൻ. അങ്ങനെയുള്ള ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻസ് ഇൻ ദ സൊല്യൂഷൻ അത് വീക്ക് ആകുമ്പോൾ ഈ കമ്പോണൻസിന് കൂടുതലായി വേപ്പർ ഫേസിലേക്ക് വരാൻ കഴിയും. സാധാരണഗതിയിൽ ഐഡിയൽ എന്ന നിലയിൽ റൗൾ നിയമം അനുശാസിക്കുന്ന കമ്പോണൻസിൻ്റെ വേപ്പർ ഫേസിലേക്കുള്ള ആ ട്രാൻസിഷൻ എത്രയാണോ അതിനേക്കാൾ കൂടുതലായിരിക്കും ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനുകളിൽ കമ്പോണൻസ് കൂടുതൽ അളവിൽ വേപ്പർ ഫേസിലേക്ക് വരാൻ കഴിയും. കാരണം സൊല്യൂഷനായി കഴിയുമ്പോൾ അത് തമ്മിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ കുറയും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഓരോ കമ്പോണൻറ്റിൻ്റെയും കൂടുതൽ വേപ്പേഴ്സ് വേപ്പർ ഫേസിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ട്, കൂടുതൽ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പരിശോധിക്കുക. അതിന് എക്സാമ്പിളായി നമുക്ക് പറയാൻ കഴിയുന്നത് എത്തനോളും അസിറ്റോണും കൂടിയുള്ള ഒരു മിക്സർ എടുത്താൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും എന്ന് പറഞ്ഞാൽ എന്താ, എത്തനോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കുറവായിരിക്കും എത്തനോളും അസിറ്റോണും തമ്മിലുള്ള അട്രാക്ഷൻ, അല്ലെങ്കിൽ അസിറ്റോണിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കുറവായിരിക്കും എത്തനോളും അസിറ്റോണും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എത്തനോളിൻ്റെ പാർട്ടിക്കിൾസും അസിറ്റോണിൻ്റെ പാർട്ടിക്കിൾസും കൂടുതലായി വേപ്പർ ഫേസിലേക്ക് വരുന്നു, അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. സിമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കാർബൺ ഡൈ സൾഫൈഡും അസിറ്റോണും കൂടിയുള്ള മിക്സർ. മറ്റൊരു എക്സാമ്പിളാണ് എത്തനോളും വാട്ടറും കൂടിയുള്ള ഒരു മിക്സറും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എക്സാമ്പിളാണ്. ഇനി നെഗറ്റീവ് ഡീവിയേഷനിലേക്ക് വരുമ്പോൾ ഈ പോസിറ്റീവ് ഡീവിയേഷനിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ കണ്ടോ അതിൽ നിന്ന് നേരെ തിരിച്ച് തന്നെ പരിശോധിച്ചാൽ മതിയാകും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻസ് കൂടുതലായിരിക്കും. ഇൻഡിവിജ്വലായി പാർട്ടിക്കിൾസിലുള്ള
ഇൻഡിവിജ്വൽ കമ്പോണൻസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എത്രയാണോ അതിനേക്കാൾ കൂടുതലായിരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യത്യസ്ത കമ്പോണൻറ്റുകൾ തമ്മിലുള്ള അട്രാക്ഷൻ. അതായത് സോൾവെൻറ്റും സോല്യൂട്ടും സൊല്യൂഷനിൽ ഉള്ള അട്രാക്ഷൻ വളരെ കൂടുന്നു. സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനേക്കാളും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനേക്കാളും. അതിൻ്റെ ഫലമായി സൊല്യൂഷനായിരിക്കുന്ന അവസ്ഥയിൽ എ എന്ന കമ്പോണൻ്റ് അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസിന് മുകളിലേക്ക് വരാനുള്ള ടെൻഡൻസി കുറയും, അല്ലെങ്കിൽ മുകളിലേക്ക് വരുന്ന പാർട്ടിക്കിൾസിൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ ബിയുടെ പാർട്ടിക്കിൾസിൻ്റെ അളവും കുറയും. അപ്പോൾ പി എ അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറും കുറയും, സൊല്യൂട്ടിൻ്റെ പാർഷ്യൽ പ്രഷറും കുറയും. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൂടി ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുക. ഇവിടെ നമുക്ക് എക്സാമ്പിളായി കാണാൻ കഴിയുന്നത് ഫീനോളും അനിലീനും കൂടിയുള്ള മിക്സർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ്. ക്ലോറോഫോമും അസിറ്റോണും കൂടിയുള്ള മിക്സറും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ ഫീനോളിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കും ഫീനോളും അനിലീനും തമ്മിലുള്ള. അവിടെ പുതിയതായി ഡെവലപ്പ് ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഫീനോളിനും അനിലീനും മുകളിലേക്ക് വരുന്നതിൻ്റെ അളവ്, വേപ്പർ ഫേസിലേക്ക് വരുന്നതിൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ ക്ലോറോഫോം അസിറ്റോൺ മിക്സർ എടുത്താൽ ഈ ക്ലോറോഫോമിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹൈലി പോളാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ, ക്ലോറോഫോമിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായ പൊളാരിറ്റി ഉള്ളതായിരിക്കും. അസിറ്റോണിലെ ഓക്സിജൻ ആവശ്യത്തിന് നെഗറ്റീവ് ഫ്രാക്ഷണൽ ചാർജ് അവിടെ ഓക്സിജനിലും ഉണ്ടാകും. അപ്പോൾ അവിടെ പുതിയതായി ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകും. അതുകൊണ്ട് ക്ലോറോഫോമിൻ്റെയും അസിറ്റോണിൻ്റെയും വേപ്പറൈസേഷൻ്റെ അളവ് കുറയുകയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയും ചെയ്യും. മറ്റൊരു എക്സാമ്പിളാണ് നൈട്രിക് ആസിഡും വാട്ടറും കൂടിയുള്ള മിക്സർ. അപ്പോൾ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നോൺ ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത ഒരു ടേമാണ് അസിയോട്രോപിക് മിക്സേഴ്സ് അല്ലെങ്കിൽ അസിയോട്രോപ്സ് ഓർ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ്. അസിയോട്രോപ്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിൻ്റെ സൊല്യൂഷനുകളുടെ വേപ്പർ പ്രഷർ അഗൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് പരിശോധിക്കുകയുണ്ടായി. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ മുകളിലേക്ക് ഉയർന്ന് നിൽക്കുന്ന ഗ്രാഫും, നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഐഡിയൽ വാല്യൂവിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഒരു ഗ്രാഫുമാണ് ഉള്ളത്. അങ്ങനെ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ അല്ലെങ്കിൽ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന കമ്പോണൻസ് ഉള്ള സൊല്യൂഷനാണ് ഈ അസിയോട്രോപിക് മിക്സേഴ്സ് ഉണ്ടാക്കുന്നത്. അസിയോട്രോപിക് മിക്സർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷനുള്ള മിക്സർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു അസിയോട്രോപിക് കോമ്പോസിഷനിലുള്ള സൊല്യൂഷൻ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ആ കിട്ടുന്ന വേപ്പർ ഫേസിലും അതേ കോമ്പോസിഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, അസിയോട്രോപിക് മിക്സർ എന്ന് പറയുന്നത്. എന്താണ് അസിയോട്രോപിക് മിക്സറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് പറയാം. എ ലിക്വിഡ് മിക്സർ which has the same composition in its liquid state and vapor state. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് എങ്ങനെയായിരിക്കും ഒരു ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ അസിയോട്രോപിക് മിക്സറിൻ്റെ നേച്ചർ, അതുപോലെ അടുത്ത ടൈപ്പിൻ്റെ അസിയോട്രോപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണം. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനെ സംബന്ധിച്ച് വേപ്പർ പ്രഷർ കൂടുതലായതുകൊണ്ട് അതിനെ കുറച്ച് ഹീറ്റ് ചെയ്താൽ അത് ബോയിൽ ചെയ്യും. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം എന്താണെന്ന്. എക്സ്റ്റേണൽ പ്രഷറിന് വേപ്പർ പ്രഷർ തുല്യമാകുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനെ സംബന്ധിച്ച് വേപ്പർ പ്രഷർ ഐഡിയൽ ആയിട്ടുള്ള വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് അതിനെ വളരെ കുറച്ച് ഹീറ്റ് ചെയ്താൽ തന്നെ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവുകയും ബോയിൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഗ്രാഫ് ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും മാക്സിമം വാല്യൂ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്, ടോട്ടൽ വേപ്പർ പ്രഷർ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസിഷനുള്ള മിക്സർ പരിശോധിച്ചാൽ ആ കമ്പോണൻസിൻ്റെ മറ്റേത് കോമ്പോസിഷനിലുള്ള സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ അത് ബോയിൽ ചെയ്യും. അതുകൊണ്ട് അതിനെ മിനിമം ബോയിലിംഗ് മിക്സർ എന്ന് വിളിക്കും. അപ്പോൾ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് മിക്സറിൻ്റെ അസിയോട്രോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ അസിയോട്രോപ്പിൻ്റെ
ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മറ്റ് കോമ്പോസിഷനുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചറിൽ മാത്രമേ ബോയിൽ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതിനെ മാക്സിമം ബോയിലിംഗ് മിക്സർ എന്നും വിളിക്കും. അപ്പോൾ നമുക്ക് മിനിമം ബോയിലിംഗ് മിക്സർ എന്താണ്, മാക്സിമം ബോയിലിംഗ് മിക്സർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ കൂടി കാണുക. 95% ബൈ വോളിയം ഓഫ് എത്തനോൾ ഇൻ വാട്ടർ എന്നുള്ളത് സാധാരണഗതിയിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നതാണ്. 95% ബൈ വോളിയം ഓഫ് എത്തനോൾ ഇൻ വാട്ടർ സൊല്യൂഷൻ. അപ്പോൾ അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. അതുപോലെ തന്നെ 68% ബൈ മാസ് നൈട്രിക് ആസിഡ് ഇൻ വാട്ടർ സൊല്യൂഷൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പാണെന്നും കാണാം. ഇനി നമുക്ക് ഈ റൗൾ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രോബ്ലം പരിശോധിക്കാം. അതിൻ്റെ ചോദ്യം നിങ്ങൾ നോക്കുക. The vapor pressure of pure liquids A and B are 450 and 700 millimeter mercury respectively at 350 Kelvin. Find out the composition of the liquid mixture if total vapor pressure is 600 millimeter mercury. Also find the composition of the vapor phase. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കുക. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് പ്യുവർ വേപ്പർ പ്രഷേഴ്സ് എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. 450 millimeter mercury, 700 millimeter mercury. ടോട്ടൽ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 600 millimeter mercury. നമുക്കറിയാം ടോട്ടൽ വേപ്പർ പ്രഷർ പി എയുടെയും പി ബിയുടെയും സമ്മായിരിക്കും. പി എയും പി ബിയും റൗൾ നിയമം അനുസരിച്ച് P0A കൈ എ, P0B കൈ ബി ആണെന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ ഒന്നുകൂടി കൈ ബിയുടെ ടേമിലാക്കി എഴുതിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കൈ ബി ഈക്വൽസ് പി ടോട്ടൽ മൈനസ് P0A ഡിവൈഡഡ് ബൈ P0B മൈനസ് P0A എന്ന് കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൈ ബി ഈക്വൽസ് 0.6 എന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കമ്പോണൻ്റ് ആണ് എയും ബിയും ആണ് നമുക്കുള്ളത്. 0.6 ഒന്നിൽ നിന്ന് കുറച്ചാൽ എ എന്ന കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. കൈ എ ഈക്വൽസ് 1 മൈനസ് 0.6 ഈക്വൽസ് 0.4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്, സൊല്യൂഷനിലുള്ള കോമ്പോസിഷൻ നമ്മൾ കണ്ടു. എന്നാൽ നമുക്കിനി വേപ്പർ ഫേസിലെ കോമ്പോസിഷൻ കൂടി കാണേണ്ടതുണ്ട്. എയുടെയും ബിയുടെയും വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷൻ യഥാക്രമം വൈ എ വൈ ബി എന്നിങ്ങനെ കരുതിയാൽ എയുടെ പാർഷ്യൽ പ്രഷർ പി എ റൗൾ നിയമം അനുസരിച്ച് കൈ എ P0A ആയിരിക്കും. അത് നമുക്ക് 180 millimeter mercury എന്ന് വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അതുപോലെ ബിയുടെ പാർഷ്യൽ പ്രഷർ 420 millimeter mercury എന്ന് കൈ ബി P0B എന്ന വാല്യൂവിൽ വിലകൾ കൊടുത്താൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ പാർഷ്യൽ പ്രഷർ എന്നുള്ളത് മറ്റൊരു തരത്തിൽ നമുക്ക് കാണാം. ടോട്ടൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പി എ എന്നുള്ളത് പി ടോട്ടൽ ഇൻറ്റു വൈ എ ആയിരിക്കും. എയുടെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷനാണ് വൈ എ, ടോട്ടൽ വേപ്പർ പ്രഷറാണ് പി ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ വൈ എ എന്നുള്ളത് എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ പി ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് 180 എന്നുള്ള വാല്യൂവിനെ 600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.3 എന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ വൈ ബി 0.7 എന്ന് ലഭിക്കും. അല്ലെങ്കിൽ 0.3 എന്നുള്ളത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 0.7 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ റൗൾ നിയമം എന്നുള്ളതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലിക്വിഡ് മിക്സേഴ്സിൻ്റെ വേപ്പർ പ്രഷർ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പുതിയ പാർട്ടിലോട്ടാണ് പോകുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൊല്യൂട്ടിൻ്റെ റിലേറ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം, അതായത് തന്നിട്ടുള്ള സോൾവെൻറ്റിൽ എത്രമാത്രം സൊല്യൂട്ട് ഉണ്ട്, അതാണ് റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സൊല്യൂഷൻ എന്നുള്ളത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ ആണ് എങ്കിൽ വേപ്പർ പ്രഷർ കുറയുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രോപ്പർട്ടീസൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് ഒരു ലിക്വിഡിൽ ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെ കേസിലാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറയുന്നത്. അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോളിഡായിട്ടുള്ള നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് ആണ് സൊല്യൂട്ടായി വരുന്നത്. അതൊരു വോളറ്റൈൽ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ. അങ്ങനെയുള്ള ഡൈല്യൂട്ട് സൊല്യൂഷനുകളുടെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറയുന്നത്. അതിനൊരു ഡെഫിനേഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് which depends only on the relative number of solute particles and not on their nature are called colligative properties. സൊല്യൂട്ടിൻ്റെ നേച്ചർ ഏതാണെന്നതിനെ ആശ്രയിക്കാതെ അതിൻ്റെ ആപേക്ഷികമായിട്ടുള്ള എണ്ണത്തെ മാത്രം
ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഫൈനൽ 1 ഓസ്മോട്ടിക് പ്രഷർ. ഇങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇവിടെ പഠിക്കണം. അപ്പോൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓരോന്നും എന്തുകൊണ്ടത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകുന്നു എന്ന നിലയിൽ കാണുകയും അതിന് ഓരോ എക്സ്പ്രഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെരിമെൻ്റലായി നമുക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഏത് സൊല്യൂട്ടാണ് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സബ്സ്റ്റൻസിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ പ്രോപ്പർട്ടീസിൻ്റെ ഡിറ്റർമിനേഷൻ വഴി നമുക്ക് സാധ്യമാകും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഓരോ പ്രോപ്പർട്ടിയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ഏത് പാർട്ടിക്കിളാണ് എന്നതിന് പ്രസക്തിയില്ല, എത്ര എണ്ണം എന്നതിനാണ് പ്രസക്തി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ 1 കിലോഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാം വാട്ടറിൽ ഒരു 10 മോൾ ഷുഗർ, കെയിൻ ഷുഗർ ആഡ് ചെയ്ത സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഷുഗറിന് പകരം മറ്റൊരു സൊല്യൂട്ടായിട്ടുള്ള 10 മോൾ യൂറിയ ആഡ് ചെയ്ത സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും സെയിം തന്നെ ആയിരിക്കും. അവിടെ ആ സൊല്യൂട്ട് മാറിയതുകൊണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് മാറ്റം, അതിൻ്റെ വാല്യൂവിന് മാറ്റം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, റിലേറ്റീവ് ആയിട്ടുള്ള നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അതിൻ്റെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 എന്ന പേരുള്ള ഒരു നോൺ വോളറ്റൈൽ സോല്യൂട്ട് 1 എന്ന വോളറ്റൈൽ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത ഒരു സൊല്യൂഷൻ നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ റൗൾ നിയമം അനുസരിച്ച് നമുക്ക് എഴുതാൻ കഴിയും P1 = P01 Chi1. അവിടെ P2 0 ആണ് എന്നുള്ളത് നമുക്കറിയാം, കാരണം 2 എന്ന കമ്പോണൻറ്റ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ P1 = P01 × 1 - Chi2 എന്ന് എഴുതാം. Chi1 എന്നുള്ളതിനെ 1 - Chi2 എന്ന് അവിടെ മാറ്റി എഴുതിയിരിക്കുന്നു. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും P01 - P1/P01 = Chi2. അതല്ലെങ്കിൽ ഡെൽറ്റ P1 / P01 = Chi2. അപ്പോൾ ഇവിടെ ഈ P01 - P1 / P01 എന്നുള്ള ടേമിനെയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ ആ സമയത്തുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളത്. എത്രമാത്രം കുറഞ്ഞു എന്നുള്ളതായിരിക്കും കിട്ടുന്നത് P01 - P, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിനെ നമ്മൾ വീണ്ടും P01 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സോൾവെൻറ്റിൻ്റെ തന്നെ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ റിലേറ്റീവായിട്ട് എത്ര കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അതിന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അതെന്താണ്? = Chi2, മോൾ ഫ്രാക്ഷൻ ഓഫ് സോല്യൂട്ട്. അപ്പം മറ്റു കാര്യങ്ങളെ ഒന്നും അത് ആശ്രയിക്കുന്നില്ല. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന പ്രോപ്പർട്ടി റിലേറ്റീവ് നമ്പർ ഓഫ് സോല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്ന Chi2. എന്താണ് Chi2 എന്ന് നമുക്കറിയാം, മോൾ ഫ്രാക്ഷൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് 2 / ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ അതുകൊണ്ട് അത് റിലേറ്റീവ് നമ്പർ ഓഫ് സോല്യൂട്ട് പാർട്ടിക്കിളാണ്. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്ന നിലയിൽ P01 - P/P01 അല്ലെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ളതിനെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന നിലയിൽ കാണാം. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പരിശോധിക്കാം. നമുക്കറിയാം P01 - P1/P01 = Chi2 ആണ്. Chi2-ന് പകരം നമുക്ക് N2 / N1 + N2 എന്ന് എഴുതാം. ഇത് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന നിലയിൽ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് വളരെ കുറവായതുകൊണ്ട് N1 + N2 എന്നുള്ളതിനെ ഓൾമോസ്റ്റ് N1 എന്ന നിലയിൽ എഴുതിയാൽ നമുക്ക് ആ എക്സ്പ്രഷൻ P01 - P1/P01 = N2/N1 എന്ന് എഴുതാം. N2 N1 എന്നുള്ളവയെ കൂടുതൽ മാസ്, മോളാർ മാസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ W2 × M1 / M2 × W1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന ഇതാണ്, W1 എന്നുള്ളത് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം ആണ്, W2 എന്നുള്ളത് മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം ആണ്, M1 എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന 1 എന്ന സോൾവെൻറ്റിൻ്റെ മോളാർ മാസ് ആണ്, M2 എന്നുള്ളത് അൺനോൺ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു നോൺ വോളറ്റൈൽ സോല്യൂട്ടിൻ്റെ മോളാർ മാസ് M2 കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ W1 ഗ്രാം സോൾവെൻറ്റ് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ പ്യുവർ
വേപ്പർ പ്രഷർ P01 കണക്കാക്കുന്നു. അതിലേക്ക് തന്നിട്ടുള്ള സൊല്യൂട്ട് W2 ഗ്രാം ആഡ് ചെയ്യുന്നു. അതിൻ്റെ സൊല്യൂഷനായി കഴിഞ്ഞുള്ള വേപ്പർ പ്രഷർ P1 നമ്മൾ കണ്ടുപിടിക്കുന്നു. P01 മൈനസ് P/P01 എടുത്താൽ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു Chi2. അതിന് ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കൂടി നമ്മൾ പരിശോധിക്കുക. W2 ഇൻറ്റു M1/M2 W1 എന്നാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് M2 മാത്രമാണ് അൺനോൺ. മറ്റു വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാൻ കഴിയും. നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അസിയോട്രോപ്സ് മനസ്സിലാക്കി. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നും അതിലെ ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനുള്ള ഒരു എക്സ്പ്രഷൻ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മോളാർ മാസ് കണക്കാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയി തന്നെ പരിശോധിക്കാം. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.